ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഓർഡർ ഉള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ തേങ്ങാമുറി, റോള്, കൽമാസ്, പിന്നെന്താ ഉണ്ടാക്കിയത്, ഷവർമ. ഇത്രയും സാധനമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നും. അതിനൊന്നും ജസ്റ്റ് കമൻറ്റൊന്നും വലിയ കണ്ടിട്ടില്ല. അപ്പോൾ ഒരാളിത് മാത്രം ഒന്ന് കണ്ട്, അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതാ നമ്മുടെ കൽമാസെല്ലാം റെഡി ആയിട്ട് നമ്മൾക്കത് വേവിച്ചെടുക്കുന്നുണ്ടത്. നല്ല വലിപ്പമുള്ള കൽമാസാണ് കേട്ടോ എനിക്കിവിടെ ഉണ്ടാക്കേണ്ടത്. ചെറിയ കൽമാസൊന്നും ഇവിടെ നടക്കില്ല. പിന്നെ അതാ നമ്മൾ റോളിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾക്കിത് പരത്തിയിട്ടൊക്കെ ഉണ്ടാക്കാം, പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ആക്കിയെങ്കിലാണ് ഈസി. പിന്നെ അതാ ബാക്കിയൊക്കെ സ്നാക്കിൻ്റെ എല്ലാം റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ തേങ്ങാമുറീൻ്റെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാനത് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയെന്നുള്ള കുറച്ച് ഒരു സംഭവമൊക്കെ ഇതിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ കമൻറ്റ് കണ്ട് ആ റോള് എങ്ങനെയാണ് ക്രിസ്പി ആക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ റോള് ക്രിസ്പി ആക്കാൻ ഞാനിവിടെ ചെയ്തത് ബ്രെഡ് ക്രംസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. പിന്നെ നമ്മൾ മൈദ മിക്സ് ആക്കുന്ന സമയത്ത് ഓയിലിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളൊന്ന് പരത്തിയിട്ട് ഉണ്ടാക്കണം. അങ്ങനെയും നമുക്ക് ക്രിസ്പി ആക്കാം. പിന്നെ കോൺഫ്ലവറൊക്കെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആവും. അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഈ ഒരു രീതിയിലാണ് ചെയ്തത്. പിന്നെ അതാ നമ്മൾ തേങ്ങാമുറീൻ്റെ കാര്യമാണ് കുറച്ച് ആൾക്കാർ ചോദിച്ചത്. തേങ്ങാമുറി നമ്മൾക്ക് നല്ല ടേസ്റ്റോട് കൂടി ആക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ബീഫോ ചിക്കനോ എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചൂടാക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ചൂടാക്കുന്ന സമയത്താണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നത്. നമ്മൾ മസാലയിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി ചൂടാക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ടും നമുക്ക് ഈ ഒരു തേങ്ങാമുറി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതാ നമ്മളിത് പരത്തിയിട്ട് ഇതിലേക്ക് ഇതാ മുട്ട ഇങ്ങനെ വെച്ചിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മസാല കൂടുതൽ വേണോ കുറവ് വേണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. തേങ്ങാമുറി ഇപ്പോൾ ബീഫാണോ വേണ്ടത് ചിക്കനാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു മസാല ഇട്ടിട്ടാണ് കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കുന്നത്. പ്ലെയിനായിട്ടും നമ്മൾ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ടും നമ്മളിത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഉരുളക്കിഴങ്ങിൽ ജസ്റ്റ് ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ തന്നെ മതി. അങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ ഇതാ ഞാനിവിടെ കുറച്ച് മസാല ബീഫിൻ്റെ മസാല കീമയാണ് കേട്ടോ എടുത്ത. കീമ എനിക്ക് നല്ല ലാഭത്തിന് ഇവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ യൂസ് ആക്കിയിട്ട് ഇതുപോലെ ചെയ്തതാണ്. ഇതും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഏത് മസാല ഇട്ട് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളിത് പൊരിക്കുന്ന സമയത്ത് നല്ല ഡീപ്പായിട്ടുള്ള ഓയിലിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ പൊട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഈ തേങ്ങാമുറിൻ്റെത് നല്ലോണം ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഓയിൽ കുറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മുകളിലോട്ട് ഓയിൽ ഇതുപോലെ ഒഴിച്ചുകൊണ്ട് എടുക്കണം. പിന്നെ തിരിച്ചു മറിച്ചും ഇട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് സിംഗിൾ ആയിട്ടുള്ള ഓരോ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ഫുള്ളായിട്ട് കാണിക്കാത്തത്. പിന്നെ നിങ്ങളുടെ ഓരോരാളുടെ കമൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ അടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്നത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ ഇവിടെ അരക്കപ്പോളം തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നല്ല രീതിയിൽ ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇതിലേക്ക് തൈരും ഒക്കെ മിക്സായി കിട്ടണം. ഈ പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. പൊടിച്ചിട്ട് 4 ടേബിൾ സ്പൂണ് 3 ടേബിൾ സ്പൂൺ ഒക്കെ ഉപയോഗിക്കാവുന്നതിന്. ഇനി നന്നായിട്ട് മിക്സൊക്കെ കൈയെടുക്കാതെ ഇതുപോലെ മിക്സാക്കി എടുക്കണം. കൈയെടുക്കാതെ എന്നുള്ളതല്ല, നമ്മൾക്കിതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സായി കിട്ടാൽ മതി. ആ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അതുവരെ നമ്മൾ മിക്സാക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. കുറച്ചൊക്കെ ലൂസായിട്ട് കിട്ടും. നമ്മൾ നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് കേട്ടോ ഇതിലേക്ക് യൂസ് ആക്കേണ്ടത്. അധികം പുളിയൊന്നും ഇല്ലാത്ത. ഇനി നമ്മൾ ഇതിലോട്ട് മൈദയാണ് ചേർക്കുന്നത്. ഇവിടെ ഞാൻ 1/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നെയ്യാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഇനി മിക്സാക്കി എടുക്കണം. നമ്മൾ തൈര്
പഞ്ചസാര മിക്സ് ആയതിന് ശേഷമാണ് ഇത് എടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. അപ്പോൾ അരക്കപ്പോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് എത്ര വെള്ളം യൂസാക്കി എന്നുള്ളത് ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ എല്ലാ മൈദയിൽ ഒരുപോലെ ആയിരിക്കില്ല, ചില മൈദയിൽ കൂടുതൽ വെള്ളം വേണ്ടി വരും, ചിലതിൽ കുറവായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിക്കൊണ്ട് വെക്കുക. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് മിക്സിയിലൊന്നും ഇട്ട് അടിക്കാൻ പാടില്ല കേട്ടോ, കൈ കൊണ്ട് തന്നെ ചെയ്യണം. ഇതുപോലെ കൈ കൊണ്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഇതിവിടെ 3/4 കപ്പോളം വെള്ളം യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഒരുപാട് ലൂസാക്കാൻ പാടില്ല, കുറച്ച് ഈ ഒരു കട്ടിയിലാക്കാം. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആ ഒരു സമയത്ത് നല്ല കുറച്ചും കൂടെ ലൂസായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, ഈ ഒരു രീതിയിൽ മതി. കട്ടയൊന്നും ഇല്ലാതിരുന്നാൽ മതി. അപ്പോൾ ഇനി കുറച്ച് സമയം അടച്ച് വെക്കാം നമുക്കിത്. നമ്മളിത് 45 മിനിറ്റ്സ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്കായിട്ട് ഒരു ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് 3/4 കപ്പോളം ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് വരെ എടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു നൂൽ പരുവൊന്നും ആവേണ്ടതല്ല, എന്നാലും നല്ല കട്ടിയായിട്ടുള്ള ഒരു സിറപ്പാണ് കേട്ടോ വേണ്ടത്. അതായത് നന്നായിട്ട് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ മതി. അപ്പോൾ ഇത് ഷുഗർ സിറപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഷുഗർ സിറപ്പ് തൊട്ട് നോക്കുന്ന സമയത്ത് ഒന്ന് നൂലാവാതെ അത് ഇടയ്ക്ക് വെച്ച് ഒന്ന് പൊട്ടുന്ന സമയത്ത് ആ ഒരു രീതിയിലുള്ള കട്ടി മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റിന് ശേഷം ഞാനിത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി നോക്കിയത് കുറച്ചും കൂടെ ലൂസായിട്ടുണ്ട്. കൂടുതൽ ലൂസായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, ലൂസായിട്ട് പോവും. അപ്പോൾ കൂടുതൽ ലൂസായിട്ടുണ്ട് തന്നെ 1-2 ടേബിൾ സ്പൂണ് മൈദ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ, കൂടുതൽ ഒഴിക്കണ്ട. പിന്നെ നമ്മൾക്കിത് ഇതൊന്ന് ചുട്ടെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വലിയ സൈസല്ല ഉണ്ടാവുന്നത്, ചെറിയ ചെറിയ സൈസാണ് കേട്ടോ ഇതുണ്ടാവുന്നത്. പിന്നെ നമ്മളിത് ഉണ്ടാക്കേണ്ടത് ഇതുപോലത്തെ അപ്പച്ചട്ടിയിലല്ല കേട്ടോ, നല്ല പരന്ന പോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാൻ ഇതാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഇതാകുമ്പോൾ കുറച്ച് നെയ്യപ്പമെല്ലാം ഉണ്ടാകുന്ന ആ ഒരു രീതിയിലുണ്ടാവും. ഒരു ഭാഗം നല്ലൊരു ചെറുതായിട്ടൊരു ക്രിസ്പി ആയ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കുന്നതാണ്. നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്താണ് കേട്ടോ ഇതെടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാകുന്നത്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ അത് ഇങ്ങനെ കോരി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക. അടുത്തത് ചുടുന്ന അത്രയും സമയം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുത്തത് ഇട്ട ശേഷം നമ്മളിത് ഡയറക്റ്റായിട്ട് നമ്മൾ ചൂടോടുകൂടി തന്നെ ഈ ഒരു സിറപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഭാഗം ഇതുപോലെ സിറപ്പാക്കിയ ശേഷം നമ്മൾക്ക് അതിൽ കോരിയെടുക്കാം. അപ്പോൾ ഒരു അരിപ്പയിൽ കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള എക്സ്ട്രാ ഉള്ള ആ ഒരു സിറപ്പെല്ലാം അത് ഒലിച്ചു പോകും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അടുത്തതും കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മളിതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇവിടെ സൈഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, എണ്ണ ഒന്ന് ഇത് ഊറി വരാൻ. അപ്പോൾ അതും എടുത്ത് നമ്മൾ ഈ ഒരു സിറപ്പിലേക്ക് ഇട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് 2 ഭാഗമാക്കി ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റും ഇങ്ങനെ ജ്യൂസ് ഒലിഞ്ഞ പോലെ ഉണ്ടാവും. നമ്മൾ ചൂടോട് കൂടി ഇടുന്നത് കൊണ്ടാണ് ആ ഒരു തേൻ ഒഴിക്കുന്ന പോലെ ഉണ്ടാകുന്നത്. പുറമേക്ക് നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്ക് തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഇത്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ സിറപ്പ് ഇട്ടില്ലെങ്കിൽ തന്നെ ചെറിയ മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നല്ല ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ നല്ല തേന ഒഴുകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ പാൽ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള റെസിപ്പിക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.